മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. കനിമലയിൽ ഇന്നലെ രാത്രി ബൈക്ക് യാത്രികരെ പടയപ്പ ആക്രമിച്ചു. കനിമല സ്വദേശികളായ ബാലധണ്ടൻ, വിഘ്നേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. அவங்களுக்கு அடிபட்டு முடியாத பட்சத்துக்கு எந்திரிச்சு நடக்க முடியாது. தகுந்த சிகிச்சைகளை அவங்களுக்கு எடுத்து கொடுக்கணும். அவங்களுக்குள்ள உத்தரவாதங்களை அரசாங்கமும் இந்த ஃபாரஸ்ட் டிபார்ட்மெண்ட் எல்லாமே எடுத்து செஞ்சு நல்ல விதத்துல கொண்டு வரணும். அவங்களுக்கு பின்னோக்கி நிக்கிறதுக்கு உண்டான ஆட்கள் யாரும் இல்லை. அப்பா இல்லை, அம்மாவும் வேலை இல்லை, எஸ்டேட்ல வேலை வாய்ப்பு இல்லை. இந்த பயல்களும் இருக்கிற என் தம்பிமாரு தான் எஸ்டேட்ல இல்லாம வந்து இங்க ஜவுளி கடையில வேலை செஞ்சுதான் குடும்பத்தை காப்பாத்தி கொண்டு போயிட்டு இருக்காங்க. அதுக்கு உண்டான உத்தரவாதத்தை இந்த அரசாங்கமும் ஃபாரஸ்ட் டிபார்ட்மெண்ட்டும் எல்லாம் எடுத்து செஞ்சுதான் அவங்களோட சிகிச்சை ட்ரீட்மெண்ட் எல்லாத்தையுமே நீங்க தான் பார்த்து செஞ்சு கொடுத்துருக்கணும். அவங்க அண்ணனும் எஸ்டேட்ல பெர்மனன்ட் வேலை செஞ்ச ஆளு, அவருக்கும் கையில் அடிபட்டு இன்ஜூர் ஆகி அவர் வேலை செய்ய முடியாம இருக்காரு. ഇന്ന് രാവിലെ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കട തകർത്തു. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, പടയപ്പ മതപ്പാടിലാണ്. പടയപ്പയുടെ ആക്രമണം തുടരുകയാണ്. ജനങ്ങൾ ഭീതിയിലാണ്. എന്തൊക്കെയാണ് ഈ വനംവകുപ്പ് ഇപ്പോൾ സ്വീകരിച്ച RRT സംഘമൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? ഇത് മതപ്പാടിലായ പടയപ്പ ഇത്തവണ വലിയ അപകടകാരിയാണ്. നിരവധി ആക്രമണങ്ങൾ പതിവായി നടത്തുന്ന സാഹചര്യം, പ്രത്യേകിച്ചും മൂന്നാർ ഉടുമ്പൻപേട്ട പാതയിൽ രാത്രികാലങ്ങളിൽ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് പടയപ്പ. മിക്ക ദിവസങ്ങളിലും ആക്രമണം ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ രാത്രിയിലും ഏകദേശം 10 വരെയോടെ മൂന്നാർ ഉടുമ്പൻപേട്ട പാതയിൽ കന്നിമലയ്ക്ക് സമീപത്ത് വെച്ച് ബൈക്ക് യാത്രക്കാരെ ആക്രമണം ഉണ്ടായത്. ഇരുവരും കന്നിമല സ്വദേശികളാണ്. ഇവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെയാണ് ഇവർക്ക് ആക്രമണം ഉണ്ടായത്. ഉടൻ തന്നെ ഇവരെ ആശുപത്രി എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് RRT സംഘം എത്തി ആരെയും ഇവിടുന്ന് മാറ്റുകയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ രാവിലെ 7 മണിയോടെ മാട്ടുപ്പെട്ടിയിലും ആന എത്തി. ആന ഇവിടുത്തെ ഒരു വഴിയോര കച്ചവട കേന്ദ്രം നശിപ്പിച്ചു. മുൻപ് നിരവധി തവണ മാട്ടുപ്പെട്ടിയിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആന കൂടുതൽ ആക്രമണകാരിയാണ്. ജാഗ്രത പുലർത്തണമെന്ന് വനംവകുപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. സുരക്ഷ പുലർത്തുന്ന നാടുകൾ ആവശ്യപ്പെടുന്നു. ഒപ്പം ഈ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും പതിവായി ജനവാസ മേഖലയിലേക്ക് ആന ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും പ്രധാന പാതയിൽ സംസ്ഥാന പാതയിലൊക്കെ ദിവസേന എന്നോണം എല്ലാ ദിവസവും രാത്രിയിൽ ആന എത്തുന്നു. എന്നാൽ കൃത്യമായ ഒരു വിവരം ജനങ്ങൾക്ക് മുൻകൂട്ടി നൽകാൻ വനംവകുപ്പ് സാധിക്കുന്നില്ല. അത് വലിയൊരു വീഴ്ചയായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും തൃശൂർ സ്വദേശിയായ ഒരു യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. തുടർന്നാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി 2 പേർക്ക് പരിക്കുകയും ചെയ്തത്. ഈ വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പതിവാകുന്ന ഒരു സാഹചര്യം വലിയ ആശങ്കയ്ക്കാണ് ഇടവരുത്തുന്നത്. പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ രാത്രികാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആനയുടെ ആക്രമണം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മുൻകാലങ്ങളിലേക്ക് വ്യത്യസ്തമായ ആന കൂടുതൽ അപകടകാരിയായ വലിയ ദുരന്തത്തിലേക്ക് ഇടവരുത്തുമെന്നൊക്കെ നാട്ടുകാർ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് പറയുന്നത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണെങ്കിൽ പോലും കൃത്യമായി ഈ അപകടം നടക്കുന്ന സമയങ്ങളിലേക്ക് RRT സംഘമൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എത്തുകയും ആനയെ ഈ മേഖലയിൽ തുരത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മുൻകൂട്ടി ആന എവിടെയാണെന്ന് വ്യക്തമാക്കുന്നതിനോ ആക്രമണം തടയുന്നതിനോ വനംവകുപ്പ് സാധിക്കുന്നില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളും ആളുകളുടെ ആനയെ ഓടിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ കാണാം. പടയപ്പ ഇപ്പോഴും ആ മൂന്നാർ മേഖലയിൽ തുടരുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. Why